ചില പ്രത്യേക അക്ഷരമോ പദമോ ഉപയോഗിക്കാതെ പരമാവധി സംസാരിക്കാൻ പ്രേക്ഷകരോട് ആവശ്യപ്പെടുന്ന പരിപാടികൾ ചില FM റേഡിയോ സ്റ്റേഷനുകൾ നടത്താറുണ്ട്. എന്നാൽ നമ്മൾ എഴുതുന്ന ഒരു ലേഖനത്തിൽ ഒരു പ്രത്യേക വാക്ക് ഉപയോഗിക്കാതെ വിഷയം പൂർത്തിയാക്കുക എന്നത് ഒരു വലിയ കടമ്പയാണ്. കഴിഞ്ഞ ദിവസം ലണ്ടനിലെ ഗാർഡിയൻ ദിനപത്രത്തിൻ്റെ ഓപ്പഡ് പേജിൽ അത്തരമൊരു കൗതുകകരമായ ലേഖനം വായിക്കാനിടയായി. കൃത്യമായി പറഞ്ഞാൽ മെയ് 24 ശനിയാഴ്ചത്തെ ഗാർഡിയൻ ദിനപത്രത്തിൽ റയാൻ ലൂസി കോസ്ലെറ്റ് എന്ന് പറയുന്ന ഒരു കോളമിസ്റ്റാണ് ലേഖനം എഴുതിയത്. വിഷയം ഗസയിലെ വംശഹത്യയും അവിടെ അതിനെ തുടർന്ന് കുട്ടികൾ കൊല്ലപ്പെടുകയും ചെയ്യുന്ന ഭീതിതമായ അവസ്ഥയെ വിവരിച്ചു കാട്ടുന്ന ഒരു ലേഖനമാണ്. ആ ലേഖനത്തിൽ ഗസയിലെ കുട്ടികളെക്കുറിച്ചു പറയുന്നുണ്ട്, പിറന്നു വീണ ശിശുക്കളെക്കുറിച്ച് പരാമർശമുണ്ട്, അവരുടെ മാതാപിതാക്കളെക്കുറിച്ച് പറയുന്നുണ്ട്, ഗസയിലെ പ്രശസ്തമായ അൽഷിഫ ആശുപത്രിയെക്കുറിച്ച് വിവരണമുണ്ട്, UN കുറിച്ച് പറയുന്നുണ്ട്, പ്രമുഖ പൗരാവകാശ സംഘടനയായ ഹ്യൂമൻ റൈറ്റ്സ് വാച്ചിനെ കുറിച്ച് പറയുന്നുണ്ട്. 1452 വാക്കുകളുള്ള ലേഖനമാണത്. എന്നാൽ ലേഖനത്തിൽ ഒരിടത്തും ഇസ്രായേൽ എന്ന വാക്ക് വരാതിരിക്കാൻ കോളമിസ്റ്റ് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ആരെ ഉന്നം വെച്ചാണോ, ആരാണ് യഥാർത്ഥ പ്രതി, ആ പ്രതിയെക്കുറിച്ച് ഒരു വാക്ക് പോലും പറയാതെ, ഇസ്രായേൽ എന്ന വാചകം ഒരിടത്തും പറയാതെ 1452 വാക്കുകളുള്ള ലേഖനം പൂർത്തിയാക്കിയിരിക്കുന്നു. എന്നെ അത്ഭുതപ്പെടുത്തിയത് ആ കോളമിസ്റ്റിൻ്റെ ആ ചാതുരി മാത്രമല്ല. ആ കോളമിസ്റ്റ് എഴുതിയ ലേഖനം നേരെ പ്രസ്സിലേക്ക് പോവുകയില്ലല്ലോ. അത് ഒരു എഡിറ്ററുടെ ക്രിയയിലൂടെ മാത്രമേ അത് പ്രസ്സിലേക്ക് പോവുകയുള്ളൂ. അപ്പോൾ ആ എഡിറ്ററും ഇതിനെക്കുറിച്ച് അജ്ഞത നടിച്ചു, അഥവാ ആ ഇസ്രായേൽ എന്ന പരാമർശം വരാതെ അദ്ദേഹവും നോക്കി എന്നാണ് അതിനർത്ഥം. ഇതൊരു പക്ഷേ ഗാർഡിയൻ്റെ എഡിറ്റോറിയൽ പോളിസി ആയിരിക്കാം. എങ്കിൽ അങ്ങനെയുള്ള ഒരു പോളിസി നമ്മുടെ ജേർണലിസത്തിന് അപമാനമാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ദി ഗാർഡിയൻ ന്യൂസ് പേപ്പർ ഏറെക്കാലമായി ഞാൻ വായിക്കാറുള്ള, പരമാവധി നോക്കാറുള്ള, പ്രത്യേകിച്ച് അതിൻ്റെ ഓപ്പഡ് ലേഖനങ്ങൾ വായിക്കാറുള്ള ഒരു വായനക്കാരനാണ് ഞാൻ. എന്നാൽ ഈ ഗസ വംശഹത്യ ആരംഭിച്ചതു തുടങ്ങി ഗാർഡിയൻ്റെ നിലപാടിൽ വലിയൊരു മാറ്റം പ്രകടമായിരുന്നു. പല ലേഖനങ്ങളും റിപ്പോർട്ടുകളും ഇസ്രായേലിനെ പരോക്ഷമായി വെള്ളപൂശുന്നതായിരുന്നു. വംശഹത്യ എന്ന വാക്ക് ഉപയോഗിക്കാൻ പലപ്പോഴും ആ പത്രം മടിച്ചതും കണ്ടു. യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ളൊരു ആർട്ടിക്കിൾ, ഇത്തരത്തിലുള്ളൊരു ലേഖനം ആധുനിക കാലത്ത് എങ്ങനെ ഒരാൾക്ക് എഴുതാൻ കഴിയുന്നു എന്നതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. നമ്മുടെ ജേർണലിസം വിദ്യാർത്ഥികൾക്ക് ഒരു കേസ് സ്റ്റഡിയായി ഇത് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഇസ്രായേലിനെ തൊട്ടാൽ ആൻറ്റിസെമിറ്റിസം എന്ന പേര് വരും എന്ന ബേജാറായിരിക്കാം ഒരുപക്ഷെ കാരണം. പ്രത്യേകിച്ച് UK ആൻറ്റിസെമിറ്റിസം എന്ന വാക്ക് കേൾക്കുമ്പോൾ ചാടി വീണ് ഇസ്രായേലിനെതിരെ ആരെയും എന്തെങ്കിലും വിമർശനം ഉന്നയിച്ചാൽ ഉടനെ അവരെ അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കുന്ന ഒരു നാടാണ് UK. സ്വാഭാവികമായിട്ടും അവിടുത്തെ മാധ്യമങ്ങളും അതേ പാതയിൽ സഞ്ചരിക്കുന്നു എന്ന് പറയുമ്പോൾ സമൂഹത്തിന് എന്ത് സന്ദേശമാണ് ഇത്തരം മാധ്യമങ്ങൾ നൽകുന്നത് എന്ന് നമ്മൾ ചോദിക്കേണ്ടതുണ്ട്.